കാസർഗോഡുകാരനായ ഡെപ്യൂട്ടി തഹസീൽദാർ വിമാനാപകടത്തിൽ മരിച്ചുപോയ രഞ്ജിതയെക്കുറിച്ച് നടത്തിയ വെറും നെറികെട്ട രീതിയിലുള്ള പോസ്റ്റിൻ്റെ ശരിയായ രൂപം, അതായത് സോഷ്യൽ മീഡിയയും ന്യൂസ് ചാനലുകളുമൊക്കെ ബ്ലർ ചെയ്ത് കാണിച്ച ആ ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ ഇന്ന് അഹമ്മദാബാദിലേക്ക് പോകുമ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ചില അറയ്ക്കുന്ന രീതിയിലുള്ള രഞ്ജിതയെ അപമാനിച്ചുകൊണ്ടുള്ള പവിത്രൻ എന്ന് പറഞ്ഞ ഒരു മഹാൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് സോഷ്യൽ മീഡിയ മുഴുവൻ ഇന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഇന്നലെ വിമാനാപകടം സംഭവിച്ച് കുറച്ച് സമയത്തിന് ശേഷം ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റാണ് ഞാൻ ഇതോടൊപ്പം കാണിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിൽ കണ്ട ന്യൂസ് വെച്ച് ആശാന് ഗവൺമെൻറ് സർവീസിൽ നിന്നും സസ്പെൻഷൻ നേരിട്ട് വീട്ടിലിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ കണ്ടത് തന്നെ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയെ അധിക്ഷേപിച്ച ഡെപ്യൂട്ടി തഹസീൽദാർക്ക് സസ്പെൻഷൻ എന്ന വാർത്തയോടുകൂടിയായിരുന്നു. ഈ പവിത്രൻ എന്ന് പറഞ്ഞ കാസർഗോഡുകാരൻ ഇതിനു മുമ്പും ഇതേ പരാമർശത്തിന് നടപടി നേരിട്ട വ്യക്തിയാണ്. പത്തനംതിട്ട പുല്ലാട് സ്വദേശിയായ രഞ്ജിത കഴിഞ്ഞ ദിവസം മരണപ്പെടുകയും അതിനെ അനുശോചിച്ചുകൊണ്ട് ഇട്ട പോസ്റ്റിന് താഴെ വളരെ വൃത്തികെട്ട രീതിയിൽ ഒരു മലയാളിക്ക് ചെയ്യാൻ കഴിയുന്നത്ര നികൃഷ്ടമായ രീതിയിൽ കമൻ്റ് ഇട്ട ഈ വ്യക്തിയെ ഏത് രീതിയിൽ തഹസീൽദാരായിട്ട് അവിടെ ഇരുത്തണമെന്ന് ഇനിയും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപകടത്തിൽപ്പെട്ട മരിച്ച ഒരാളെ ഇങ്ങനെയൊക്കെ അപമാനിക്കാനുള്ള ഇയാളുടെ ചേതോവികാരം എന്താണെന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. സസ്പെൻഷൻ ഒരുപക്ഷെ നല്ല കലാപരിപാടിയാണ്, വെറുതെ ഇരുന്ന് ശമ്പളം മേടിക്കാൻ പറ്റും. തഹസീൽദാരല്ലേ, അപ്പം നല്ല ശമ്പളവും കിട്ടും, പണിയും ചെയ്യണ്ട. ഇവനെയൊക്കെ പിരിച്ചുവിടുകയാണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ. ഇനി അഥവാ സസ്പെൻഷൻ എന്ന പ്രഹസനം ജോലി ചെയ്യാതെ പകുതി ശമ്പളം വീട്ടിൽ നിന്ന് വാങ്ങുകയും ചെയ്യാം. പിന്നീട് ഭരണപക്ഷത്തെയോ പ്രതിപക്ഷത്തെയോ യൂണിയനെ കണ്ട് കാല് പിടിച്ച് സസ്പെൻഷൻ പിൻവലിച്ച് സർവീസിൽ തിരിച്ചെടുത്ത് ബാക്കി പകുതി ശമ്പളം കൂടി വാങ്ങുകയും ചെയ്യാനുള്ള ഒരു ഉടായിപ്പ് വ്യവസ്ഥിതി മാത്രമാണ്. ഈ മഹാൻ രഞ്ജിതയ്ക്കെതിരെ ഇട്ട പരാമർശം തന്നെ എത്ര നികൃഷ്ടമായ രീതിയിലാണെന്ന് ഒന്ന് നോക്കൂ. ഈ പവിത്രൻ എന്ന വ്യക്തിയുടെ ആദ്യ കമൻറ്റ് തന്നെ ഇങ്ങനെയാണ്: ഒരു ഓട്ടോ ഡ്രൈവറെ പോലെയാണ് പൈലറ്റ് പെരുമാറിയത്. കാരണം ഇവന് നല്ല തിട്ടമാണെന്ന് തോന്നുന്നു ഫ്ലൈറ്റിൽ കയറി പൈലറ്റ് പണി ചെയ്ത് ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലത്ത് ഇടിച്ചിറക്കി. പിന്നീട് വന്ന കമൻ്റാണ് ഇതിന് ആധാരമായി ഞാൻ പറയുന്നത്. കാരണം ജാതി പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. കേരളത്തിലെ ഒരു നായർ സ്ത്രീ മരിച്ചു, ഇവൻ അമേരിക്കയിലാണെന്ന് തോന്നുന്നു ഈ പറയുന്നത് കേട്ടിട്ട്. കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്നും ലീവ് എടുത്ത് ഒരാളുടെ അവസരം കളഞ്ഞ് UK പോയതാണ്. ഒന്നും തോന്നുന്നില്ല. എല്ലാവർക്കും ആദരാഞ്ജലി എന്ന കുറിപ്പോടുകൂടിയാണ് ആദ്യത്തെ പോസ്റ്റ് തീരുന്നത്. പിന്നീട് വന്നൊരു പോസ്റ്റ്, ഒരു നായർ സ്ത്രീ ഉണ്ടായിരുന്നു, കേരള സർക്കാർ ജോലി നൽകിയ അവർ ലീവ് എടുത്ത് വിദേശത്ത്. പിന്നീട് എഴുതിയിരിക്കുന്ന വാക്കുകളാണ് ഡെപ്യൂട്ടി തഹസീൽദാരായ പവിത്രൻ എന്ന വ്യക്തി ഇത്ര നാറിയ രീതിയിൽ കമൻ്റ് ഇട്ടിരിക്കുന്നത്. ശരിക്കും ഇന്ന് കണ്ട എല്ലാ സോഷ്യൽ മീഡിയയിലെയും ന്യൂസ് ചാനലുകളിലെയും വാർത്തകളിൽ മുഴുവൻ അയാൾ എഴുതിയിരിക്കുന്ന വൃത്തികെട്ട ഭാഷ ബ്ലർ ചെയ്താണ് കാണിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യം എന്താണ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം ഒരു നികൃഷ്ടമായ രീതിയിൽ എഴുതി വെച്ച വ്യക്തിയെ വെള്ളപൂശേണ്ട ഒരാവശ്യവും ഞാൻ ഇതിൽ കാണുന്നില്ല. പവിത്രൻ എന്ന വ്യക്തി മരിച്ചുപോയ സ്ത്രീയായാലും പുരുഷനായാലും മരിച്ചുപോയ ഒരു വ്യക്തിയോട് ഇത്ര തരം താഴ്ന്ന രീതിയിൽ വർത്തമാനം പറയുന്നത് മലയാളി സംസ്കാരത്തിനെ ഉയർത്തിക്കാട്ടുന്ന രീതിയിൽ തന്നെയായിരുന്നു. ഇനിയാണ് ആ പോസ്റ്റ് ഞാൻ വായിക്കുന്നത്. നായർ സ്ത്രീ ഉണ്ടായിരുന്നു, കേരള സർക്കാർ ജോലി നൽകിയ അവർ ലീവ് എടുത്ത് വിദേശത്ത് സാധനം തേടിപ്പോയി, കിട്ടേണ്ടത് കിട്ടി. ഈ മഹാനെയൊക്കെ ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ട് എന്ത് മറുപടിയിലാണ് ശിക്ഷിക്കേണ്ടതെന്ന് ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇവൻ്റെ അടുത്ത പോസ്റ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു ജാതിയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇത് വലിയ വിവാദമായി തീരുന്ന രീതിയിലായിരുന്നു. കാരണം ഹിന്ദുക്കളോടായതുകൊണ്ട് ഇതൊക്കെ ഒരു പ്രശ്നമില്ലാതെ തീരും എന്നുള്ളതും മറ്റൊരു കാര്യം. രണ്ടാമത്തെ ഇവൻ്റെ പോസ്റ്റ്, നായർ സ്ത്രീകളുടെ പാരമ്പര്യം തനിക്കറിയില്ലേ?
വലിയ സാധനം നോക്കി പോയതാണ്. കാസർഗോഡ് കിടക്കുന്ന ഇവന് പത്തനംതിട്ട പുല്ലാട് സ്വദേശിയായ ഈ സ്ത്രീയെ അറിയുക പോലുമില്ല. പിന്നെ ഏത് രീതിയിലാണ് അവരുടെ അഭിമാനത്തിനെ തൂക്കി ഇവൻ സംസാരിക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല. ശരിക്കും ഈ പോസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് മലയാളത്തിലാണല്ലോ എഴുതിയിരിക്കുന്ന എന്ന ഒരു സമാധാനം മാത്രമാണ്. കാരണം മറ്റുള്ള ഭാഷക്കാരൊക്കെ ഇത് കണ്ട് മലയാളികളെ ഏറി കയറ്റാതിരിക്കാൻ സാധിക്കുമല്ലോ, ഈ മലയാളം എഴുതിയിരിക്കുന്ന കാരണം. മലയാളികൾ മാത്രമല്ലേ ഉള്ളൂ ഇത് വായിക്കുന്നത്. അങ്ങനെ ഒരു സമാധാനത്തോടു കൂടിയാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ മരിച്ചുപോയ ഒരാളിനെ കുറിച്ച് സംസാരിക്കുന്നത്, അതും പ്രത്യേകിച്ച് ഇന്നലെ വിമാന ദുരന്തം നടന്ന് ഞെട്ടലിൽ നിന്നും മാറുന്നതിന് മുമ്പ് ആ സഹോദരിയോട് ആങ്ങള ഇന്ന് അവരുടെ കത്തിക്കരിഞ്ഞ ശരീരം തിരിച്ചറിയാൻ വേണ്ടി അഹമ്മദാബാദിലേക്ക് പോകുന്ന ഈ സന്ദർഭത്തിൽ ഇത്ര നാറിയ രീതിയിൽ പോസ്റ്റ് ഇട്ട ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് കാസർഗോഡുകാരായ ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ. പിന്നെ ഇവനും കുടുംബമൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റ് ഇങ്ങനെയെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്ത് ഇവൻ്റെ ആ ശരിയായ ഭാഷ എന്താണെന്ന് നാട്ടുകാരെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കാണുന്നു. ഇവനെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ എഴുതാൻ മറക്കാതിരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.